ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സുബീസ് കിച്ചൺ. കുറേ ദിവസമായി ഞാനൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറേ ദിവസമായിട്ട് ചെറുതായിട്ടൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദിവസം ഒരു വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യാതിരുന്നത്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെയില്ല. എപ്പോഴത്തെയും പോലെ എൻ്റെ രാവിലത്തെ ഒരു കിച്ചൺ വ്ളോഗ് തന്നെയാണ് ഇതും. ഞാൻ എപ്പോഴും സാധാരണ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ ഇന്നത്തെ ഒരു കിച്ചൺ വ്ളോഗുമാണ് ഞാനിവിടെ കാണിക്കുന്നത്. എപ്പോഴും കാണുന്ന പോലെ ഇന്നത്തെ എൻ്റെ ഒരു ദിവസവും ഞാനിതാ സ്റ്റാർട്ട് ചെയ്തു. ഇനി എപ്പോഴും പറയുന്ന പോലെ രാവിലത്തെ കുട്ടികളുടെ ലഞ്ച് ബോക്സും നമ്മുടെ കിച്ചണിലെ ഡ്യൂട്ടിയെല്ലാം ഇതാ ഞാൻ ചെയ്യാൻ പോവുകയാണ്. എല്ലാവർക്കും എല്ലാ ദിവസവും ഒരുപോലെ തന്നെ ആയിരിക്കും. നമ്മളെപ്പോലുള്ള വീട്ടമ്മമാർക്ക് ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഒരു ചേഞ്ചൊക്കെ ഉണ്ടാവും ദിവസവും. എന്നും കാണുന്ന പോലെ ഞാനിതാ ചായക്കുള്ള വെള്ളം വെച്ച ശേഷം ഇനി ഞാനിതാ ചോറിനുള്ള വെള്ളവും കൂടി ഒന്ന് എടുത്തിട്ടുണ്ട്. ഇന്ന് രാവിലെ ഞാനിതാ ഫ്രൈഡ് റൈസാണ് തയ്യാറാക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ഇക്ക ഉണ്ടാവില്ല, ഞാനും കുട്ടികളും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇക്ക ഇന്ന് ഡ്യൂട്ടി സ്ഥലത്തേക്ക് പോവുകയാണ്. അങ്ങനെയുള്ള ദിവസങ്ങളിലേക്കാണ് ഇനി ഫ്രൈഡ് റൈസ് തയ്യാറാക്കുകയുള്ളൂ. ഇക്ക ഇല്ലാത്ത ദിവസം എനിക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലഞ്ചാണ് ഫ്രൈഡ് റൈസ്. തലേ ദിവസം തന്നെ ഞാൻ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തും വെക്കും. ഇക്ക ഇല്ലെങ്കിൽ ഞാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ള ലഞ്ചൊക്കെയാണ് ഒന്ന് പ്രിപ്പയർ ചെയ്യാറ്. ഒരു ഭാഗത്ത് ഞാൻ ചായ റെഡിയാക്കുമ്പോഴേക്കും അപ്പുറത്ത് ഞാൻ ഫ്രൈഡ് റൈസിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം ആ സമയം കൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി വരും. അപ്പോഴേക്കും നമുക്ക് വേഗം ചായയെല്ലാം ഒന്ന് റെഡിയാക്കി ഞാനിതാ ചായ കുടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഫ്രൈഡ് റൈസിനുള്ള അരിയൊക്കെ ഒന്ന് എടുത്ത് വെച്ച് ഈ അരി നന്നായിട്ടൊന്ന് കഴുകിയ ശേഷം നമുക്ക് ചൂടായ വെള്ളത്തിലോട്ടൊന്ന് ഇട്ട് കൊടുത്ത് അവിടെ ഒന്ന് ഫ്രൈഡ് റൈസ് റെഡിയാക്കി എടുക്കാം. ഈ സമയം കൊണ്ട് ഞാൻ ചായയൊക്കെ ഒന്ന് കുടിച്ചിട്ട് വന്നു. കുട്ടികളും ഇക്ക നല്ല ഉറക്കത്തിലാണ്. അവരെ എഴുന്നേൽപ്പിക്കാനുള്ള സമയമൊന്നും ആയിട്ടില്ല. ഇതാ വെള്ളമെല്ലാം നന്നായി തിളച്ച ശേഷം ഞാനിതാ അരിയൊക്കെ ഒന്ന് ഇട്ട് നമ്മുടെ ഫ്രൈഡ് റൈസും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. റൈസ് നന്നായിട്ടൊന്ന് കുക്കായി വന്ന് നമുക്കതെല്ലാം ഒന്ന് വെള്ളമെല്ലാം ഒന്ന് വാർക്കാൻ വെക്കണം. ആ സമയം കൊണ്ട് ഞാനിതാ പുട്ടിനുള്ള മാവും കൂടി ഒന്ന് നനച്ചെടുക്കാം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാനായി ഞാൻ പുട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെ പുട്ടിനുള്ള മാവൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടൊന്ന് എടുക്കുന്നുണ്ട്. ഈ സമയത്ത് മോന് മദ്രസയിലേക്ക് പോയി. ഇനി സിയമോള് നന്നായിട്ട് ഉറങ്ങുകയാണ്. അവളെ ഒരു 7 ആകുമ്പോൾ എഴുന്നേൽപ്പിക്കും. ഞാൻ അപ്പോഴേക്കും വേഗം തന്നെ പോയി അവരുടെ ടൈം ആകുമ്പോഴേക്കും മാക്സിമം നമ്മുടെ കിച്ചണിലെ ഡ്യൂട്ടിയെല്ലാം ഒന്ന് വേഗം ഒന്ന് റെഡിയാക്കി എടുക്കാറാണ് പതിവ്. അപ്പോൾ ഞാൻ തന്നെ പുട്ടെല്ലാം ഒന്ന് നനച്ചൊന്ന് സെറ്റാക്കിയിട്ട് വരാം. സത്യം പറഞ്ഞാൽ കുറേ ദിവസമായിട്ട് വീഡിയോ ഒന്നും എടുക്കാത്തത് കൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് വീഡിയോ എടുക്കാൻ മടി പിടിച്ചു. അതുകൊണ്ടാണ് ഇത്രയും ദിവസം ഞാൻ വീഡിയോ എടുക്കാതിരുന്നത്. ഇന്ന് രാവിലെ തന്നെ വീഡിയോ എടുക്കാൻ നല്ലൊരു മൂഡുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒട്ടും തന്നെ പാഴാക്കിയില്ല. എപ്പോഴാണ് എൻ്റെ ഇൻട്രസ്റ്റ് പോകുക എന്നറിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ വേഗം തന്നെ വീഡിയോ എടുക്കാനുള്ള സെറ്റപ്പ് എല്ലാം ഒന്ന് ചെയ്ത് വെച്ചു. ഇതാ ഞാൻ പുട്ടിനുള്ള മാവൊക്കെ ഒന്ന് നനച്ച് വെച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടിനുള്ള തേങ്ങയും കൂടി ഒന്ന് ചിരവിയെടുക്കണം. ഇതാ ഞാൻ പുട്ടിനുള്ള തേങ്ങയൊക്കെ ഒന്ന് ചിരകി ഒന്ന് എടുത്തിട്ട് വരാം. ഈ സമയം കൊണ്ട് നമ്മുടെ റൈസ് ഒന്ന് കുക്കായി വന്ന് ഞാനവിടെ വാർക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് ഫ്രൈഡ് റൈസും കൂടി ഒന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോഴേക്കും ആ റൈസിനുള്ള വെള്ളമെല്ലാം ഒന്ന് വാർത്ത് കിട്ടും. നമുക്ക് വേഗം പുട്ട് തയ്യാറാക്കാം. ഞാൻ എപ്പോഴും ചിരട്ടപ്പുട്ടാണ് അധികവും തയ്യാറാക്കാറ്. അങ്ങനെ തയ്യാറാക്കുമ്പോൾ ഞാൻ ആ കുക്കറിലോട്ട് കുറച്ച് മുട്ടയും കൂടി ഒന്ന് പുഴുങ്ങാനിടാറുണ്ട്. ഇപ്പോൾ ഞാനിത് ഒരു 3 മുട്ടയും കൂടി ഒന്ന് പുഴുങ്ങിയെടുക്കുന്നുണ്ട്. കാരണം ഇന്ന് ഞാൻ ഫ്രൈഡ് റൈസ് തയ്യാറാക്കുമ്പോൾ അതിലോട്ട് എപ്പോഴും ഞാനൊരു കറിയായിട്ട് ജസ്റ്റ് ഒന്ന് മുട്ട പുഴുങ്ങി ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കും. അങ്ങനെ തയ്യാറാക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മോൻക്കും ഞാൻ ഫ്രൈഡ് റൈസിന് കൊടുത്തയക്കുമ്പോൾ കറിയും കൂടി ഒന്ന് കൊടുത്തയക്കും. മോള് പിന്നെ കറിയൊന്നും കൊണ്ടുപോവില്ല. പിന്നെ ഉച്ചയ്ക്ക് ഇക്കയും ഉണ്ടാവില്ല. ഇക്ക അതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം ഇക്ക പോകും. പിന്നെ ഞങ്ങൾക്ക് 3 പേർക്കും മാത്രം മതി. ഇതാ ഞാനിവിടെ പുട്ടൊന്ന് ആവിയിലോട്ട് വെച്ച് സെറ്റാക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ മുട്ട കറി വെക്കാൻ വേണ്ടി 2 സവാളയും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കുറച്ച് കറി മാത്രമാണ് വെക്കുന്നത്. എനിക്കും സിനാനിക്കും മാത്രം. കറിയല്ല, വെറുതെ ഒരു ഉള്ളിയും തക്കാളിയും ഇട്ട് ജസ്റ്റ് ഒന്ന് മുട്ട ഒന്ന് ഗ്രേവിയാക്കി എടുക്കും. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്ക് മാത്രം മതി. പിന്നെ സിയമോൾ കറി കൊണ്ടുപോകാറുമില്ല. അപ്പോൾ ഞങ്ങൾ 2 പേർക്കുമുള്ള ഈ കറിയും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം. ഈ സമയത്ത് സിയമോളൊക്കെ ഒന്ന് എഴുന്നേറ്റ് അവളുടെ കാര്യമെല്ലാം നോക്കാൻ പോയി. ഇക്ക എഴുന്നേറ്റിട്ടുണ്ട്. സിനാന് മദർസ വിട്ട് വരാനായി. നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഈ ജോലി മാത്രമല്ല ഞാൻ ചെയ്യാറ്. എല്ലാതും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. ഇതിനിടയിൽ സിയമോളെ എഴുന്നേൽപ്പിച്ചൊക്കെ വിടണം. അവളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. അതൊന്നും ഇവിടെ വീഡിയോ എടുക്കുന്നില്ല എന്ന് മാത്രം. ഇടയിൽ കൂടെ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് വരാറുണ്ട്. ഇന്ന് നമ്മുടെ രാവിലത്തെ കുക്കിംഗ് ഒരുപാടൊന്നുമില്ല. കാരണം
ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും പിന്നെ ഫ്രൈഡ് റൈസും ആയതുകൊണ്ട് ഒരുപാട് സമയമൊന്നും നമുക്ക് കിച്ചണിൽ നിൽക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ ജോലിയെല്ലാം കഴിയും. പിന്നെ തലേ ദിവസം തന്നെ വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്നത് കൊണ്ട് ആ ജോലിയുമില്ല. ഈ സമയം കൊണ്ട് നമ്മുടെ ആദ്യത്തെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് ഞാനിതാ ഒരു കാസറോളിലിട്ട് അടുത്ത പുട്ടും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. സിയമോളൊക്കെ എഴുന്നേറ്റ് അവൾക്ക് കുടിക്കാൻ പാലെല്ലാം കൊടുത്ത് അവളെ ഒന്ന് കുളിപ്പിക്കാൻ വിട്ടു. ഇനി നമുക്ക് അടുത്ത പുട്ടും കൂടി ഇതേപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. എൻ്റെ ഈ വീഡിയോ ഞാനിന്ന് ഷോർട്സ് ആക്കി ഇടാനാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ വിചാരിച്ചു ലോങ് വീഡിയോ വിട്ടാലല്ലേ നമുക്ക് ഇതേപോലെ ഒന്ന് സംസാരിക്കാനൊക്കെ പറ്റുകയുള്ളൂ. ഷോർട്സിൽ അതൊന്നും നമുക്ക് പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. ഇനി ഇതാ ഞാനവിടെ പുട്ടെല്ലാം ഒന്ന് റെഡിയായി വരുമ്പോഴേക്കും ഞാൻ ഈ കിച്ചൺ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം. നമ്മുടെ കൗണ്ടർ ടോപ്പെല്ലാം ആകെ മെസ്സായി കിടക്കുകയാണ്. നമുക്ക് സിമ്പിളായിട്ട് കുക്കിംഗ് ചെയ്യുമ്പോൾ ഇടയിൽ കൂടെ ഈ ജോലികളൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. പക്ഷെ ഒരുപാട് നമുക്ക് കുക്കിംഗ് ഒന്നും ഉണ്ടാവുമ്പോൾ ഇടയിൽ കൂടെ ഇതൊന്നും ചെയ്യാനുള്ള ടൈം കിട്ടില്ല. ഞാനിപ്പോൾ സിമ്പിളായിട്ട് ഓരോന്ന് ചെയ്യുമ്പോഴേക്കും നമുക്ക് സമയം ബാലൻസ് ഉണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് വേഗം ഈ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മൊത്തത്തിൽ നമുക്ക് എല്ലാം കൂടി ഒന്നിച്ച് ചെയ്യേണ്ട ആവശ്യം വരില്ല. ഞാനിതൊക്കെ ആക്കിയെടുത്ത് നമ്മുടെ പുട്ട് അവിടെ റെഡിയായി വരുന്നു. ആ സമയം കൊണ്ട് നമുക്ക് ഇനി ഫ്രൈഡ് റൈസും കൂടി ഒന്ന് റെഡിയാക്കണം. പുട്ട് ഒരു ഭാഗത്ത് തന്നെ ആയിട്ട് വരും. ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് തയ്യാറാക്കാനായി ഞാൻ കട്ട് ചെയ്തിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഇനി ഫ്രൈഡ് റൈസും കൂടി ഒന്ന് റെഡിയാക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രൈഡ് റൈസ് എല്ലാവരും നോർമലി തയ്യാറാക്കുന്ന പോലെ തന്നെ ഞാനിതാ റെഡിയാക്കി എടുക്കാം. ഞാൻ എപ്പോഴും ഫ്രൈഡ് റൈസ് തയ്യാറാക്കുമ്പോൾ അതിനകത്തുള്ള മുട്ട സെപ്പറേറ്റ് ഞാൻ തയ്യാറാക്കാറാണ് പതിവ്. പക്ഷേ ഇന്ന് ഞാൻ ഒരു എളുപ്പത്തിന് വേണ്ടി ഇതിലിട്ട് തന്നെ ഈ വെജിറ്റബിൾസ് ഇട്ട് തന്നെ ആ മുട്ടയെല്ലാം ഒന്ന് കുക്ക് ചെയ്തെടുത്തു. പക്ഷേ അങ്ങനെ ചെയ്തപ്പോൾ എനിക്കിഷ്ടപ്പെട്ടില്ല. സെപ്പറേറ്റായി മുട്ട നമ്മൾ ചിക്കി എടുക്കുമ്പോഴാണ് അത് നന്നായിട്ടുണ്ടാകാറ്. ഇന്ന് ഞാൻ അങ്ങനെ ചെയ്തതുകൊണ്ട് ഫ്രൈഡ് റൈസ് എനിക്ക് കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എനിക്ക് കഴിക്കാൻ തന്നെയല്ലേ എന്ന് വിചാരിച്ച് ഞാനത് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ കുട്ടികൾക്കുള്ള ലഞ്ച് ബോക്സിനുള്ള ഫ്രൈഡ് റൈസ് ഒന്ന് റെഡിയാക്കി വന്നു. ഇനി നമ്മുടെ ഈ മുട്ടയും കൂടി ഒന്ന് ഗ്രേവി ആക്കിയെടുത്താൽ നമ്മുടെ ഇന്നത്തെ കിച്ചണിലുള്ള കുക്കിംഗ് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ മുട്ടയുടെ ഗ്രേവിയും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇതുകൂടി ഒന്ന് റെഡിയായി കഴിഞ്ഞ് കുട്ടികളുടെ ലഞ്ച് ബോക്സും കൂടി ഒന്ന് റെഡിയാക്കിയ നമ്മുടെ ഇന്നത്തെ കിച്ചൺ ഡ്യൂട്ടി കഴിഞ്ഞിട്ടുണ്ടാകും. പിന്നെ നമ്മുടെ പാത്രം കഴുകലും കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യലും കൂടി കഴിഞ്ഞാൽ നമ്മുടെ കിച്ചണിലുള്ള വർക്ക് കഴിഞ്ഞു. പിന്നെ നമുക്ക് വേറെ ജോലികളൊക്കെ ചെയ്ത് തീർക്കാം. കിച്ചണിലോട്ട് വരേണ്ട ആവശ്യമില്ല. ഇനി ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ മാത്രം നമുക്ക് കിച്ചണിലോട്ട് വന്നാൽ മതിയാകും. പക്ഷേ ഈ സമയം കൊണ്ട് എൻ്റെ കിച്ചണിലെ കൗണ്ടർ ടോപ്പ് ആകെ മെസ്സായി കിടക്കുന്നുണ്ട്. അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. പിന്നെ ഞാനിതാ ഈ കുക്കറിൽ തന്നെയാണ് ഞാൻ മുട്ടയുടെ ഗ്രേവിയും കൂടി ഒന്ന് റെഡിയാക്കുന്നത്. ഇനി ഇതാ ഇപ്പോൾ കുട്ടികൾക്കെല്ലാം ചെറുതായിട്ട് തൊണ്ടവേദനയും ജലദോഷമൊക്കെ ഉള്ളതുകൊണ്ട് സ്കൂളിലോട്ട് ചുടുവെള്ളമാണ് കൊടുത്തയക്കുന്നത്. അപ്പോൾ ചുടുവെള്ളം വെക്കാനായി ഞാനിതാ കെറ്റിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇതാ വെള്ളമെല്ലാം ആയി ഞാൻ 2 പേരുടെയും ബോട്ടിൽ വെള്ളവും നിറച്ച് ലഞ്ച് ബോക്സും കൂടി നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഇന്നത്തെ എൻ്റെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. കുറേ ദിവസമായിട്ട് ഞാൻ വീഡിയോ ഒന്നും ഇടാത്തത് കൊണ്ട് ചെറിയ മിസ്റ്റേക്ക് എല്ലാം ഉണ്ടാകും. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. ഞാനിടുന്ന വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നേക്കരുത്. അപ്പോൾ ഇതാ എൻ്റെ കിച്ചണിലെ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് ഞാൻ കിച്ചണിലെ കൗണ്ടർ ടോപ്പ് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കുട്ടികളുടെ ലഞ്ച് ബോക്സ് എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതാ കുട്ടികളെല്ലാം ഒന്ന് പറഞ്ഞയച്ചിട്ട് വരാം. അപ്പോൾ വേഗം തന്നെ ഞാൻ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. പിന്നെ പറഞ്ഞത് മറക്കണ്ട, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നേക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളെപ്പോലുള്ളവർക്കുള്ള പ്രചോദനം. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറന്നേക്കരുത്.